അച്ചൻകോവിലിൽ പോകുന്നതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആ ലോറിയുടെ ബാക്കിൽ കിടന്ന് കിട്ടിയ ഒരു ഗ്യാപ്പിൽ നേരെ ഓവർടേക്ക് ചെയ്ത് കയറി ചെല്ലുമ്പോഴത്തേനും സൈഡിലോട്ട് നോക്കുമ്പോഴത്തേനും അത്യാവശ്യം നല്ല മലനിരയും ആ ആകാശമെല്ലാം കാണാൻ നല്ല രസമാണ്. നേരെ പോയി പകുതി എത്തുമ്പോഴത്തേനും സൈഡിൽ കൂടെ നമ്മളെ കൈത് കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ നമ്മളെ 13 കണ്ടപ്പാലം എത്തി. 13 കണ്ടപ്പാലം കഴിഞ്ഞ് നേരെ ഞങ്ങൾ വിട്ടു. നേരെ നമ്മളെ എസ് വളവിൻ്റെ ഭാഗം എത്തുമ്പോഴത്തേനും കണ്ടൊരു കിടിലം ഏരിയ ആണ്. കാരണം തമിഴ്നാട് തെങ്കാശിയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. കുറച്ചുകൂടെ രാത്രിയാണ് അവിടെ കിടിലം രസം. അവിടെ നിന്ന് നേരെ നമ്മൾ അച്ചൻകോവിൽ റോഡിലേക്ക് കയറാൻ എത്തി. അച്ചൻകോവിൽ റോഡ് കയറുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഇവിടെയൊക്കെ വലിയ ആനിമൽസ് ഒക്കെ ഉണ്ടോ എന്ന് പറഞ്ഞ് ചെറിയ പേടി തോന്നും. പക്ഷെ നമുക്ക് അത്ര പ്രശ്നമില്ല. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഇവിടുന്ന് ഒരു റൈറ്റ് കട്ടിങ് ഉണ്ട്. അവിടെ ഒരു കിടിലം ഡാമേരി ഉണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്നില്ല. നേരെ മുകളിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും ആ കണ്ട ഭാഗവും അതിൻ്റെ ഡാമിൻ്റെ ഏരിയയൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. കിടിലം ഒരു ഫോട്ടോഷൂട്ട് ഏരിയ നടത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നേരെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കയറി ചെല്ലുമ്പോഴത്തേനും നമുക്ക് നെടുമ്പങ്ങാടുള്ളൊരു ടീമിനെ കിട്ടും. പിന്നെ അവരുമായിട്ടായി നമ്മൾ അങ്ങോട്ടുള്ളൊരു പോകും. ഈ പാലത്തിൻ്റെ സൈഡിലായിട്ടൊരു വാട്ടർഫാൾ ഉണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ കുറവായതുകൊണ്ട് അങ്ങനെ ഓപ്പണിംഗ് അല്ല. അവിടെ ആണെങ്കിൽ കാണുന്ന മയിലുകൾക്കെല്ലാം അത്യാവശ്യം നല്ല ഇണക്കമാണ്. എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് വന്ന് നിൽക്കും. തിരിച്ചു പിന്നെ നേരെ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു പുഴ പോലെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതാണ് ഓവർ വെള്ളമാവും. നേരെ പാലമൊക്കെ കയറി ചെല്ലുമ്പോഴത്തേനും അച്ചൻകോവിൽ എത്താറാകുമ്പോഴത്തേനും ഒരു LP സ്കൂളുണ്ട്. ഈ ഏരിയ സ്കൂളിൻ്റെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് വയനാട് നമ്മളെ ദുരന്തം ഉണ്ടായ ഏരിയയാണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ അച്ചൻകോവിൽ അവിടെ എത്തുമ്പോഴത്തേനും അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഒരു ആനവണ്ടി കിടക്കുന്നുണ്ട്. തിരിച്ച് വെളിയിലിറങ്ങി അമ്പലത്തിൻ്റെ ആ അച്ചൻകോവിൽ ഏരിയയുടെ എല്ലാം കുറേശ്ശെ നല്ല വീഡിയോസൊക്കെ എടുത്ത് ചായയും കുടിച്ച് നേരെ ഞങ്ങൾ പത്തനാപുരം അലിമുക്ക് റോഡിൽ കൂടെയാണ് പോകുന്നത്. കുറച്ച് മുന്നോട്ട് എത്തുമ്പോഴത്തേനും അവിടെ രണ്ട് സൈഡിലായിട്ട് തടികളെല്ലാം കൂട്ടിയിട്ടേക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പകുതിക്ക് വെച്ച് കണ്ട ടീമിനെ മുന്നിലും ഞങ്ങൾ പുറകിലുമാണ് വന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും ഈ കാണുന്ന അച്ചൻകോവിലാറിൻ്റെ ഒരു സൈഡിലാണ് ഇടയ്ക്കൊരു ബ്ലാക്ക് പാൻഡറിനെ കണ്ടെന്നും പറഞ്ഞൊരു വീഡിയോ വന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു സീനറി ഉള്ളൊരു ഏരിയ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ മുന്നോട്ട് പോകും തോറും ഓരോ ഏരിയ എത്തുമ്പോഴും ചെക്ക് പോസ്റ്റുകൾ ഒരു 4 എണ്ണോളം നമുക്ക് ക്രോസിംഗ് ഉണ്ട്. അങ്ങനെ പിന്നെ നേരെ നമ്മൾ ചെക്ക് പോസ്റ്റ്